ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനലെ ആദ്യമായിട്ടൊന്ന് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. എനിക്കറിയാം ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ബോറാണെന്ന്. കാരണം പലരും കമന്റിലൂടെ പറയുന്നുണ്ട് എപ്പോഴും എന്തിനാ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പറയുന്നത് എന്ന്. നിങ്ങളൊരു കാര്യം ഓർക്കണം, നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ വേണ്ടി തന്നെയാണ്. കാരണം നമുക്ക് ഇതിലൂടെ എനിക്ക് ഒരു ചെറിയ വരുമാനമാണെങ്കിലും കിട്ടുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നതിനനുസരിച്ചാണ് ആൾക്കാർ കാണുകയും വ്യൂസ് അങ്ങനെ കൂടുകയും നമുക്ക് വരുമാനം കൂടുതലൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ എടുത്ത് പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ ഈ ഒരു വാക്ക് മതി സബ്സ്ക്രൈബ് ചെയ്യാൻ, ചിലപ്പം ചിലവർ കണ്ടിട്ടങ്ങ് മറന്നുപോകും. അതുകൊണ്ടാണ്. അപ്പോൾ എപ്പോഴും ഇത് കേൾക്കുന്നുണ്ട് ബോറാണെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും വീണ്ടും നിങ്ങൾ പറയുന്നത് കേൾക്കാതെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ വീണ്ടും എന്നും ആവർത്തിച്ച് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളെല്ലാവരും നമ്മുടെ അനന്തമൂർത്തിയുടെ ആ ഒരു വിശേഷം കേൾക്കാനായിരിക്കും കാത്തിരിക്കുന്നത്. എന്താണ് അനന്തമൂർത്തിക്ക് പറ്റിയത്? നെഞ്ചിൽ കൈ വെച്ചിട്ട് കട്ടിലേക്ക് ഇങ്ങനെ വീണങ്ങ് പോയി അല്ലേ? അപ്പോൾ എല്ലാവരും ഒരു അന്താളിച്ച് ഇരിക്കുകയായിരിക്കും എന്താണ് സംഭവിച്ചത്. ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും, അതായത് നമ്മുടെ ആദർശല്ല കുട്ടിയുടെ അച്ഛനെന്ന് അറിഞ്ഞു, എന്നിട്ട് പോലും നമ്മുടെ അനന്തമൂർത്തിക്ക് അങ്ങനെ ഉണ്ടാകാൻ കാരണം എന്താണ്? അതെന്താണ് അനന്തമൂർത്തിക്ക് സംഭവിച്ചത്? ഇനിയിപ്പം ഇത് അനന്തമൂർത്തിയുടെ വലിയ ദുരന്തത്തിലേക്ക് എത്തുമോ എന്നൊക്കെ ഞാൻ പറയാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ നയനയും ആദർശും ദേവയാനിയുമൊക്കെ സത്യം അറിയുകയാണ്. അഭിയാണ് യഥാർത്ഥത്തിൽ ചന്തുമോളുടെ അച്ഛനെന്ന്. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നവ്യാണെങ്കിൽ ആകെപ്പാടെ മാറിപ്പോവുകയാണ്. അപ്പൊ നവ്യയുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചെന്ന് അഭി ഇങ്ങനെ പറയുകയാണ്. വേറൊന്നും മാത്രമല്ല പറയുന്നത്, എങ്കിലും നിന്റെ അച്ഛനും അമ്മയും ഇതൊക്കെ സഹിക്കുന്നുണ്ടല്ലോ, അത് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞ് എനിക്ക് സങ്കടം തോന്നുക. നവ്യെ, ഒരിക്കലും ഒരു അച്ഛനും അമ്മയും ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ നടക്കുന്നത്. നിന്റെ അനിയത്തിക്ക് ഇത് എങ്ങനെ സാധിക്കുന്നു? നീയാണെങ്കിൽ സത്യം പറഞ്ഞ എന്നെ ഇട്ടിട്ട് പോയേനെ. പിന്നെ എന്തുകൊണ്ട് ആദർശേട്ടനെ ഇട്ടിട്ട് പോകുന്നില്ലെന്ന് നിനക്ക് മനസ്സിലായോ? വേറൊന്നുമല്ല, ഇവിടെ നിന്റെ അനിയത്തിക്ക് ഒരു സ്ഥാനം മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടെ വിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനം നിനക്ക് കിട്ടും. അങ്ങനെയാണല്ലോ അല്ലെങ്കിലും സംഭവിക്കുക. അല്ല, അതൊക്കെ പോട്ടെ. ഇപ്പൊ ചന്തുമോൾ ഇല്ലായിരുന്നുവെങ്കിൽ ഈ കുടുംബത്തിലെ ഒരേ ഒരു കുട്ടി നമ്മുടെ ഈ കുട്ടിയായിരിക്കും. ആ ഒരു സ്നേഹം നമ്മുടെ കുട്ടിക്ക് കിട്ടിയേനെ. അപ്പൊ ഇതിനെല്ലാം കാരണക്കാരാരാ? ആദർശേട്ടനും അതുപോലെ തന്നെ നിന്റെ നയനയുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നീ ഒന്ന് ഓർത്തോ, നിന്റെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നവരെ വെട്ടിമാറ്റുക എന്നത് നിന്റെ ഉദ്ദേശം. അങ്ങനെ ഒരു ഉദ്ദേശം നീ മനസ്സിൽ കൊണ്ട് നടക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മുടെ വളർച്ചയ്ക്ക് അത് ആരായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, ആരായിക്കോട്ടെ, നമ്മളാണിപ്പോൾ ഒരു കുടുംബം. ഞാനും നീയും നമ്മുടെ മോനുമാണ് ഒരു കുടുംബം. നമ്മുടെ വളർച്ചയ്ക്ക് ആരെങ്കിലും തടസ്സമായിട്ട് നിന്നാൽ അത് വെട്ടിമാറ്റുക തന്നെ ചെയ്യണം എന്നിങ്ങനെ പറയാം. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ പറയുന്നുണ്ട്, അല്ല അഭി എന്താ പറയുന്നത്? അല്ല അഭി, ഞാനൊരു കാര്യം പറയട്ടെ. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അനിയത്തിയല്ലേ നയന. അവള് അത്രയ്ക്ക് എന്താ പറയുക, എൻ്റെ അത്രയും കഠിനമായൊരു മനസ്സ് അവക്കില്ല. അത് ശരിയാണ്. പക്ഷെ അവക്കൊരു മനസ്സുണ്ടല്ലോ, അവളും കൂടെ ഇവിടെ ജീവിക്കേണ്ടതല്ലേ? അല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല നവ്യ പറഞ്ഞത്. ഒരിക്കലും നിന്റെ ചേച്ചിയുടെ ജീവിതം നശിപ്പിക്കണം എന്നുദ്ദേശിച്ചിട്ടല്ല ഞാൻ ഇതൊന്നും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സമാകുന്ന വൃക്ഷങ്ങൾ നമ്മൾ വെട്ടിക്കളഞ്ഞില്ല എങ്കിൽ അത് ചിലപ്പം നമ്മുടെ ജീവിതത്തെ തന്നെ ബാധിക്കും. അതാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. അത് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നവ്യ നീ മനസ്സിലാക്കുക. പിന്നെ ഒന്ന് ഓർക്കുക, എന്തിനും ഏതിനും ആദർശി ഏട്ടനെ ആശ്രയിച്ചാണ് ഈ വീട്ടിലെ എല്ലാവരും ജീവിക്കുന്നത്. കാരണം ആദർശ് ഏട്ടനാണ് കമ്പനിയുടെ ഉത്തരവാദിത്തമായ MD ആദർശേട്ടനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആദർശവീരനായ ആദർശ് എന്തിനാണ് ഇത്രയുമൊക്കെ വൃത്തികേടുകൾ ചെയ്ത് അതുപോലെ തന്നെ ഇത്രയ്ക്കും നാണക്കേടുണ്ടാക്കി വെച്ചിട്ടും മുത്തശ്ശനും മുത്തശ്ശിയും സഹിച്ചു നിൽക്കുന്നത്? അതിന്റെ കാര്യമുണ്ടോ? അപ്പം നീ വേണം എല്ലാവരെയും പറഞ്ഞൊന്ന് മനസ്സിലാക്കാനായിട്ട്. ഇനി നമ്മൾ രണ്ടും ഒന്നാണ്. നമ്മുടെ രണ്ട് മനസ്സും ഒന്നാണ്, ശരീരവും ഒന്നാണ്, നമുക്കൊരു കുട്ടിയുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനിയെങ്കിലും നീ എന്റെ കൂടെ നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. വളഞ്ഞു മൂക്കി പിടിക്കുകയാണ്. ഏതായാലും നവ്യക്ക് ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും അഭി എന്താ പറയാ, ജീവിക്കാൻ വേണ്ടിയല്ലേ, ഇവർക്ക് ജീവിക്കണമല്ലോ. ഏതായാലും ഇവര് ഒരു കുടുംബമാണല്ലോ. അപ്പൊ അതുകൊണ്ടാണെന്നാണ് നവ്യ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. പക്ഷെ അഭി ആരാ മോനെന്ന് അറിയില്ലല്ലോ. അഭിയുടെ മോനാണ്, അഭിയുടെ ഈ പറയുന്ന കുഞ്ഞാണ് ചന്തുമോളെന്നും അറിയില്ലല്ലോ. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ആദർശ് വന്ന ഉടനെ തന്നെ ആദർശ് അവിടെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കനകദുർഗയും ഗോവിന്ദനും ഒക്കെ നമ്മുടെ ആദർശിനെ ബഹുമാനിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു. പക്ഷേ പെട്ടെന്ന്
ഇപ്പം ആദർശിനെ കാണുമ്പം വല്ലാത്തൊരവസ്ഥ. ഇവർക്ക് മിണ്ടണോ എന്നൊന്നും അറിയില്ല. ഏതായാലും നമ്മുടെ ആദർശ് ആ ഒരു സമയത്ത് ഒന്നും പറയുന്നില്ല കേട്ടോ. കാരണം നമ്മുടെ കനകദുർഗയും ഗോവിന്ദനും ഒക്കെ ഉള്ള സമയത്തൊന്നും പറയുന്നില്ല. ഇവരുടെ മുമ്പില് ഒരു പ്രതിയെ പോലെ തന്നെയാണ് നമ്മുടെ ആദർശ് നിൽക്കുന്നത്. ആരുടെ മുമ്പില്? നമ്മുടെ കനകയുടെ ഗോവിന്ദന്റെ ഒക്കെ മുമ്പിൽ ആ ഒരു പ്രതിയുടെ വേഷം കെട്ടി തന്നെയാണ്. പ്രതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താനൊരു തെറ്റുകാരനാണ്, താനൊരു എന്താ പറയാ, ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെ പോകുന്നവരെയൊക്കെ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അത് നമ്മുടെ ചാനലിന് ചേരുന്നതല്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരുത്തനാണ് എന്ന് നമ്മുടെ കനകയും ഗോവിന്ദനും വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കനകയും ഗോവിന്ദനും വിശ്വസിക്കേണ്ട കാര്യമില്ലായിരുന്നു. നമ്മുടെ ആദർശിനെ നയനയ്ക്ക് മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ദേവയാനിക്കും കനകയ്ക്കും ഗോവിന്ദനും ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞുകൂടാന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ കഥയിൽ ചോദ്യമില്ല. അപ്പൊ അതുകൊണ്ട് ആ ചോദ്യമൊക്കെ നമുക്കങ്ങ് വിട്ടേക്കാതെ പോട്ടെ, അതെന്തെങ്കിലും ആട്ടെ, കഥയാണല്ലോ, ആ രീതിയിൽ നമ്മൾ എടുത്താൽ മതി. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അനന്തമൂർത്തിയുടെ അടുത്തേക്ക് നേരെ ചെല്ലുകയാണ്. അപ്പൊ നയനയും ഉണ്ട്, ആദർശും ഉണ്ട്. അങ്ങനെ ആദർശ് സത്യങ്ങളൊക്കെ അനന്തമൂർത്തിയോടും നയനിയോടും തുറന്നു പറയുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ട് കഴിയുമ്പോൾ തന്നെ അനന്തമൂർത്തി പറയുന്നുണ്ട്, എനിക്കറിയായിരുന്നു ഇതിന്റെയൊക്കെ പിന്നില് അവൻ ഒറ്റ ഒരുത്തനാണെന്ന് എനിക്കറിയായിരുന്നു. പിന്നെ ഞാൻ കൂടുതൽ ചിക്കാനും ചെകയാനും ഒന്നും പോകാത്തത് സ്വന്തം പല്ലിന്റെ ഇട കുത്തി നാറ്റിക്കേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വേറെ ഒന്നിനും പോകാത്തത്. അവൻ വെറും ഒരു ഫ്രോഡ് തന്നെയാണ്. ഈ പറയുന്ന ജലജയെ ഞാൻ എടുത്തു വളർത്തിയതാണ്. അവക്ക് നമ്മുടെ കുടുംബവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാഞ്ഞിട്ട് പോലും അഭിയെ ഞാൻ എൻ്റെ സ്വന്തം കൊച്ചുമകനായിട്ട് എൻ്റെ ബാക്കി 2 കൊച്ചുമക്കളുണ്ട്, അവർക്ക് കൊടുക്കുന്ന അതേ സ്ഥാനവും പരിഗണനയും ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അവനെ കൊച്ചുമകനായിട്ട് തന്നെ കണ്ടിട്ടാണ്. പക്ഷെ അവൻ കാണിച്ച നെറുകേട് അത് ഒരിക്കലും എനിക്ക് സഹിക്കാൻ കഴിയില്ല. പക്ഷെ അവൻ്റെ കുഞ്ഞായിട്ട് വളരണ്ട, അവൻ്റെ കുഞ്ഞായിട്ട് ചന്തുമോള് വളർന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് തന്നെയാണ് ദോഷം. അവനെ വളരാൻ അനുവദിക്കാത്ത എന്തിനേയും അവൻ മുറിച്ച് മാറ്റും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ചന്തുമോളെയും അവൻ മുറിച്ചു മാറ്റും. അപ്പം അവൻ വളരട്ടെ, എല്ലാവരുടെയും മുമ്പിൽ അവൻ നല്ലവരായിട്ട് തന്നെ ഇരിക്കട്ടെ, നമ്മൾ ആരും ഇതറിഞ്ഞു എന്ന് അവനും അറിയണ്ട എന്നിങ്ങനെ നമ്മുടെ അനന്തമൂർത്തി പറയുന്നുണ്ട് കേട്ടോ. അപ്പം നയനയും പറയുന്നുണ്ട്, ആദർശേട്ട അത് തന്നെയാണ് നല്ലത്. ഇതിപ്പം അറിയേണ്ടവര് എൻ്റെ അച്ഛനും അമ്മയും ആദർശേട്ടൻ്റെ അമ്മയുമാണ്, അത് മാത്രം മതി. അല്ലാതെ മറ്റൊരാളിലേക്ക് ഇത് എത്തിപ്പെടണ്ട. നമ്മുടെ കുഞ്ഞ് തന്നെയാണ് ചന്തുമോളെ ഞാൻ എൻ്റെ കുഞ്ഞായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പൊ ഞാൻ കൂടുതൽ വിവരിച്ച് പറയാത്തത് ഇന്നലെയും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും ഞാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മുടെ എപ്പിസോഡ് ഒരു 2 സീനും 3 സീനിലൊക്കെ നിൽക്കുകയാണെങ്കിൽ വലിച്ചു നീട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്കും പറയാനില്ല. ഞാൻ ഇനിയിപ്പം മറ്റന്നാളത്തെയും ഒക്കെ കഥ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ എനിക്ക് കഥ പറയാൻ ഇല്ലാതായി പോകും. അതുകൊണ്ടാണ് കേട്ടോ ഞാനും അങ്ങോട്ട് ഒത്തിരി വലിച്ചു നീട്ടി പറയുന്നില്ല, ചുരുക്കി തന്നെ പറഞ്ഞു നിർത്തുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടുത്ത വിശേഷവുമായിട്ട് കാണാട്ടോ. അപ്പൊ ഇനി നാളെ രാവിലെ നമ്മൾ രേവതിയുടെയും സച്ചിയുടെയും അതുപോലെ തന്നെ നയനയുടെയും ആദർശിന്റെയും ഫുൾ വിശേഷവുമായിട്ട് വരാം. പിന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ഫുൾ വിശേഷം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആരെങ്കിലും ഫുൾ വിശേഷമല്ല, പ്രമോ വിശേഷം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിൽ കയറി കാണട്ടെ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.